ഹെഡ് കൊല്ലപ്പെട്ടു. ഡു യു തിങ്ക് ദിസ് വാർ ഈസ് ഗോയിങ് ടു എൻഡ് നൗ? ഇപ്പോൾ ഇത് തീരാൻ പോകുന്നുണ്ട് തോന്നുന്നുണ്ടോ? നെവർ. വ്യക്തമായിട്ട് ഇവർ വരച്ചു വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കേണ്ടത് എന്ന്. അത് മാത്രമേ സംഭവിക്കൂ. അതിൻ്റെ ഔട്ട് ഓഫ് ദ ബോക്സ് ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ വാട്ട് ദേ ഡ്രോ, അവരെന്താണോ 1 2 3 4 എന്നിട്ട് വെച്ച് അക്കമിട്ട് വെച്ചിട്ടുള്ളത് അത് മാത്രമേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ബിക്കോസ് ഇറാനെ ഇവർക്ക് അടിക്കണമെങ്കിൽ, ഈ യുദ്ധമാണ് ഇവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇവർക്ക് എത്ര മുന്നേ അടിക്കാമായിരുന്നു, അടിച്ച് തരിപ്പണമാക്കാമായിരുന്നു. നോ, ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. നമ്പർ 1, വെനുസില ഇങ്ങെടുത്തു മൊത്തമായിട്ട്. കാരണം ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇറാൻ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തം അശാന്തമാകും. കാരണം ഇറാന് അത്ര ചെറിയൊരു രാജ്യമൊന്നുമല്ല, യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരുമല്ല. ദേ ഹാവ് മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ്. അത് ഇവർ പറയുന്നത് പോലെ ന്യൂക്ലിയർ വെപ്പണോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. അവരുടെ അടുത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് എല്ലാവരെക്കാട്ടി നല്ലവണ്ണം ഇസ്രായേലിനും US-നും അറിയാം. ബട്ട് ദേ ക്യാൻ നോട്ട്, അവരൊരിക്കലും ഈ വാർ വേണ്ടെന്ന് വെക്കില്ല. കാരണം ഇത് അവരുടെ വാറല്ല. ദിസ് ഈസ് ദ ജ്യൂസ്, ദ റോത്ത്ഷൈൽഡ്സ്. അവരുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 18 ജൂതന്മാരുടെ ഈ നമ്മുടെ സയനിസ്റ്റുകളുടെ ഒക്കെ ഒരു കോൺഫറൻസിൽ ഈ മൂന്ന് ലോകമഹായുദ്ധങ്ങളും അവർ എഴുതി വെച്ചതാണ്. ദേ ഹാവ് റിട്ടൺ ഇറ്റ്. എങ്ങനെ നടക്കണം, ഈ യുദ്ധങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇതിൽ ആരൊക്കെ തകരണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇവർക്ക് ഇതിൽ നിന്ന് എടുക്കണം, ഇതിൻ്റെ ട്രേഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെ, ഇതിൽ നിന്ന് വാർ ബെനിഫിറ്റ്സ് എന്തൊക്കെ, പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെ, ഏത് തരത്തിലായിക്കോട്ടെ, നിങ്ങൾ ഏത് ആംഗിളിലും, ഞാൻ പറയുന്ന ഈ സംഭവത്തിൽ നിങ്ങൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും വിശകലനം ചെയ്തോളൂ. ദ റിസൾട്ട് ഈസ് ദ സെയിം. ഹൂ ഈസ് ദ ബെനിഫിഷ്യറി? ഇതിൽ നിന്ന് ആരാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? ഇപ്പോൾ ഇറാനെ കിടന്ന് ആക്രമിക്കാൻ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ? ഇറാൻ്റെ അടുത്ത് ഇന്ന സാധനം ഉണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, ഇതേ റീസൺ തന്നെ ആയിരുന്നല്ലോ ഇറാഖിനെ ആക്രമിച്ചപ്പോൾ പറഞ്ഞത്. ഇറാനിൽ മറ്റേ ആറ്റം ബോംബുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. എന്നിട്ട് ആണ് ജോർജ് ബുഷിനെ ഒരു പത്രപ്രവർത്തകൻ ചെരുപ്പെടുത്ത് എറിഞ്ഞത്. എവിടെടാ അണുബോംബ് എന്ന് ചോദിച്ചിട്ട്. സെയിം തിങ്. ഇറാനിൽ എന്തുണ്ടോ എന്തില്ലേ ഇതൊന്നും അവരുടെ ഒരു വിഷയമേ അല്ല. ജൂതന്മാർ, ദ റോത്ത്ഷൈൽഡ്സ്, അവർ 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടോ 3ാം ലോകമഹായുദ്ധം, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ മുസ്ലിം കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഒരു ഭാഗത്ത് ദ ക്രിസ്ത്യൻസ്, മറുഭാഗത്ത് ദ മുസ്ലിം കൺട്രീസ്. ഇവർ തമ്മിൽ അടിച്ചിട്ട് നശിക്കണം. ദ ബെനിഫിഷ്യറി, ഹൂ ഈസ് ബെനിഫിറ്റഡ്? നമ്മൾ സാധാരണ